വീണ്ടും പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയ ഒരു ഭീകരനെ കൂടെ സുരക്ഷാ ഏജൻസി അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പത്താൻ ഖാൻ എന്ന രാജസ്ഥാൻ സ്വദേശിയാണ് പിടിയിലായിരിക്കുന്നതും. രാജസ്ഥാനിലെ ജയ്സാമീറിലെ മോഹൻഗഡ് കനാൽ പ്രദേശത്തു നിന്നാണ് ഇയാളെ പിടികൂടിയതും. ചന്ദൻ ജയ്സ്മാലിലെ കർമോക്കി ധനിയിലെ താമസക്കാരനാണ് പത്താൻ. ഇന്ത്യയുടെ സുരക്ഷയെക്കുറിച്ചുള്ള പല സുപ്രധാനമായ വിവരങ്ങളും ഇയാൾ പാകിസ്ഥാന് കൈമാറി എന്നത് തെളിയിക്കുന്ന ചില വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസുമായി സഹകരിച്ചാണ് സുരക്ഷാ ഏജൻസി ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നതും. പത്താൻ ഖാന്റെ ബന്ധുക്കൾ പാകിസ്ഥാനിലാണ് താമസിക്കുന്നതെന്നാണ് വിവരം. 2019 പത്താൻ ഖാൻ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ഇയാൾ പാകിസ്ഥാനിലേക്ക് രഹസ്യ വിവരങ്ങൾ നിരന്തരം അയച്ചു കൊടുക്കുകയായിരുന്നു. ഇന്ത്യൻ സൈനിക താവളങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഇയാൾ പാകിസ്ഥാനിലേക്ക് അയച്ചതായും സുരക്ഷാ ഏജൻസി കണ്ടെത്തിയിരിക്കുകയാണ്. അതേസമയം ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിലെ സീനിയർ എഞ്ചിനീയറെ ഇത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്തതിന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തു വരുന്നതും. ദിപ്രാജ് ചന്ദ്ര എന്നയാളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും. ഇയാളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിക്കൊണ്ടിരുന്നത്. BLനെ കുറിച്ചുള്ള തന്ത്രപ്രധാന വിവരങ്ങൾ ബിറ്റ്കോയിനുകൾക്കായി പാക് ഏജന്റുമാർക്ക് ഇയാൾ കൈമാറിയതായാണ് വിവരം ലഭ്യമായതും. ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയാണ് ചന്ദ്ര. അതുപോലെ തന്നെ ബംഗളൂരുവിൽ മത്തിക്കേരിയിലാണ് താമസം ഉള്ളത്. സൈനിക ഇന്റലിജൻസും കർണാടക ഇന്റലിജൻസും നടത്തിയ സംയുക്ത അന്വേഷണത്തിലായിരുന്നു ഇയാളെ പിടികൂടിയതും. റഡാർ സംവിധാനങ്ങൾ, ഓപ്പറേറ്റിംഗ് ഫ്രെയിം വർക്കുകൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ, ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ, പ്രധാന ഇൻസ്റ്റലേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രതി ഘട്ടം ഘട്ടമായി പങ്കിട്ടതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ചന്ദ്ര തന്റെ ഇമെയിൽ, വാട്സാപ്പ്, ടെലഗ്രാം എന്നിവയിലൂടെ തന്നെ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടതായെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നതും. ചന്ദ്രയെ സസ്പെൻഡ് ചെയ്തതായും അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വസ്തുത അന്വേഷണ സമിതി രൂപീകരിച്ചതായും BEL വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപും ഇതിന് സമാനമായ മറ്റൊരു സംഭവം നടന്നിരുന്നു. രഹസ്യ വിവരങ്ങൾ ചോർത്തി പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ഏജന്റിന് നൽകിയ ഫാക്ടറി ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹണി ട്രാപ്പിൽ കുടുക്കിയാണ് ഇയാളുടെ പക്കൽ നിന്നും രഹസ്യ വിവരങ്ങൾ ചോർത്തിയതും. അതുപോലെ തന്നെ ഫിറോസാബാദ് ജില്ലയിലെ ഹസ്രത്പൂർ പ്രദേശത്തെ ആയുധ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന രവീന്ദ്ര കുമാറിനെയാണ് ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതും. അന്വേഷണത്തിൽ രവീന്ദ്ര ISI ഒരുക്കിയ ഹണി ട്രാപ്പിന് ഇരകളായി എന്നതാണ് കണ്ടെത്തിയതും. ഫേസ്ബുക്കിൽ നേഹ എന്ന് പരിചയപ്പെടുത്തിയ അക്കൗണ്ടുമായി പ്രതി ബന്ധമുണ്ടായിരുന്നു. ആയുധ ഫാക്ടറിയുടെ ദൈനംദിന ഉൽപാദന റിപ്പോർട്ട്, അതുപോലെ സ്റ്റോക്കുകളുടെ രസീത്, ക്രിമിനൽ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ എന്നിവ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ രവീന്ദ്ര നേഹയുമായി പങ്കുവച്ചതായും കണ്ടെത്തുകയായിരുന്നു. ISI മൊഡ്യൂള് വളരെ കാലമായി സജീവമാണ് എന്നും ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഹണി ട്രാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ മുന്നറിയിപ്പിൽ നിന്നും വ്യക്തമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.